മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത. 2 ഗഡു ക്ഷേമ പെൻഷൻ ശനിയാഴ്ച മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1650 കോടി രൂപ അനുവദിച്ചു. മെയ് മാസത്തെ പെൻഷനോടൊപ്പം 2 ഗഡു കൂടിയാണ് വിതരണം ചെയ്യുന്നത്. ഓരോരുത്തർക്കും 3200 രൂപ വീതം ലഭിക്കും. 5 ഗഡുവാണ് കുടിശ്ശികയായിരുന്നത്. ഇതിൽ 2 ഗഡു മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായ കടം മാത്രമാണ് കേരളം എടുക്കുന്നത്. പാർലമെന്റും സംസ്ഥാന നിയമസഭയും അംഗീകരിച്ച ധന ഉത്തരവാദിത്ത നിയമത്തിനുള്ളിൽ ഇന്നും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെയും റിസർവ് ബാങ്ക് നിബന്ധനകൾ പാലിച്ചും മാത്രമാണ് സംസ്ഥാനത്ത് വായ്പ എടുക്കാനാവുക. 2016-21 കാലത്ത് പ്രളയം, കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളുടെ സാഹചര്യത്തിൽ വളർച്ചാ നിരക്ക് 6.8% കുറഞ്ഞു. കടത്തിൻ്റെ വളർച്ചാ നിരക്ക് 13.5%. വരുമാനം കുത്തനെ ഇടിഞ്ഞപ്പോൾ വായ്പയെടുക്കാനല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. സംസ്ഥാനത്ത് ഇക്കാലയളവിൽ അധിക വായ്പകൾ എടുക്കുന്നതിന് അനുമതി നിഷേധിച്ചത് വായ്പാ ബാധ്യതയുടെ വളർച്ച കുറയുന്നതിന് കാരണമായെന്നും മന്ത്രി സമ്മതിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിക്ഷേപത്തിനും വായ്പയ്ക്കും ഗ്യാരണ്ടി നൽകുന്നതിനാൽ ഈ വർഷം സംസ്ഥാന സർക്കാരിന് വായ്പയെടുക്കാനാവുന്ന തുകയിൽ 3300 കോടി രൂപ കുറച്ചു. 80,000 കോടി രൂപയാണ് സംസ്ഥാനം ഗ്യാരണ്ടി നൽകുന്നത്. ഇതിൻ്റെ 5% ഗ്യാരണ്ടി റിഡപ്ഷൻ ഫണ്ടായി മാറ്റിവെക്കണമെന്നാണ് നിബന്ധന. പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ്, കിഫ്ബിയുടെയും വായ്പ എന്നിവയുടെ പേരിൽ സംസ്ഥാനത്തിൻ്റെ കടമെടുക്കലിൽ കുറവ് വരുത്തി. കിഫ്ബി മുൻകാലങ്ങളിൽ എടുത്ത വായ്പയുടെ പേരിലും കഴിഞ്ഞ 2 വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വായ്പാ അനുമതിയിൽ കുറവ് വരുത്തിയിരുന്നു. IGST വിഹിതത്തിൽ നിന്ന് 956.16 കോടി രൂപ വെട്ടിക്കുറച്ചത് സംസ്ഥാനങ്ങൾക്ക് നൽകിയ തുക കൂടിപ്പോയതിനാലാണെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.